സാർ നമസ്കാരം. നമസ്കാരം. കേരളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നാളെ ED കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്താവിശേഷം. ഇത് നേരത്തെ തന്നെ കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ്. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ ഷെൽ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് 1,72,00,000 രൂപ അവർ വാങ്ങിയെന്നും പിന്നീട് CMRL തന്നെ മറ്റൊരു സാമ്പത്തിക സ്ഥാപനമായ എൻപവർ ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം രൂപ കൈക്കടമായി വാങ്ങിയെന്നുള്ള ആ ഒരു കേസിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ വീണ വിജയൻ കള്ളപ്പണം വെളുപ്പിച്ചു, അഴിമതി നടത്തി എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പിലും GSTയും അടച്ച് വീണ അതിൽ നിന്നും തടിയൂരി, CMRലും തടിയൂരിയെങ്കിലും കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ആ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് വീണ വിജയൻ കൃത്യമായി ഈ വിഷയത്തിൽ അഴിമതി നടത്തിയിരിക്കുന്നു, കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ് EDയും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കണ്ടെത്തിയിരിക്കുന്നത്. സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഏതാണ്ട് 134 പേജോളം വരുന്ന 134 തെളിവുകളും രേഖകളുമാണ് 54 വോള്യങ്ങളിലായി അവർ ED കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം EDക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വീണ വിജയൻ കൊച്ചിയിൽ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. 12-ാം തീയതി ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് ED വീണയ്ക്ക് സമൻസും അയച്ചിരുന്നു. എന്നാൽ കേരളം അന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വീണ വിജയൻ ഹാജരാവാൻ സാധ്യതയില്ല. സാധാരണഗതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരം ഏതെങ്കിലും അഴിമതി വിഷയങ്ങളുമായോ അല്ലെങ്കിൽ തട്ടിപ്പുമായോ ബന്ധപ്പെട്ട് ഏതെങ്കിലും ആളുകളെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തുകയാണെങ്കിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന രീതി ആ സമയത്ത് അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു മാരകമായ അസുഖം പിടിവിടും, അല്ല എന്നുണ്ടെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പിടിവിടും. എവിടെ നിന്നെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ചോദ്യം ചെയ്യലിൽ നിന്ന് എന്നെ ഒഴിവാക്കണം, എൻ്റെ അഭിഭാഷകൻ വരും എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെ വീണയും അത് തന്നെ പയറ്റിയിരിക്കുന്നു. ഞാൻ എൻ്റെ അഭിഭാഷകരെ പറഞ്ഞയച്ചാൽ മതിയോ, എനിക്ക് സുഖമില്ല, മറ്റൊരു തരത്തിൽ തീയതിയിലേക്ക് ഈ ചോദ്യം ചെയ്യൽ നീട്ടിത്തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് EDക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആദ്യത്തെ ഒരു തവണയായതിൻ്റെ പേരിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ ED ഒരു സമയം അനുവദിച്ചേക്കാം. എന്നാൽ അടുത്തൊരു തവണ കൂടി ഇത് നീട്ടി നൽകാനുള്ള സാധ്യതയില്ല എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സാർ, എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒത്തിരി മാധ്യമങ്ങൾ വീണ വിജയൻ എറണാകുളത്തേക്ക് വരുന്നു, അതിൻ്റെ മുഹൂർത്തം എങ്ങനെ CPM പ്രതികരിക്കുന്നു, അല്ല CPM അണികൾ കാണുമോ, സർവാഭരണ വിഭൂഷിതയായി പല ശിവരന്മാരുടെ കമ്പനി വഴിയാണോ അങ്ങോട്ട് വരുന്നത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, ഒറ്റ കാര്യം പറയുമ്പോൾ, ഇത് കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹ മധ്യത്തിൽ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കെതിരായി ഒരു കേസ് വന്നാൽ, ആ കുറ്റത്തെ സംബന്ധിച്ചൊരു കേസ് വന്നാൽ, നമ്മൾ സത്യസന്ധമാണ്, അല്ലെങ്കിൽ നമ്മുടെ നിലപാട് സത്യസന്ധമാണ്, നമ്മുടെ പ്രശ്നങ്ങൾ സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് ആ കേസ് വാദം കേട്ട് അതിൻ്റെ വിധി പറഞ്ഞ് നമ്മൾ എക്സോണറേറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ അച്ഛനും മകളും ഞങ്ങൾ കൈ ശുദ്ധമാണ്, പിന്നെ വഴി കനം അല്ല കീശ കനമുള്ളവനെ വഴി പേടിക്കേണ്ടുള്ളൂ, ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറഞ്ഞ് നടക്കുകയും. സാർ, അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെ, ഞാനും സാറും ഉൾപ്പെടെയുള്ള ജനങ്ങളെ സംശയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന കാര്യം. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വീണ വിജയന്റെ അച്ഛനായ പിണറായി ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരായി തൻ്റെ നിരപരാധിത്വം വെളിവാക്കി ആ കേസിൽ നിന്നും താൻ സംശുദ്ധയാണ് എന്നുള്ള ഒരു നിലപാട് കോടതിയുടെ പക്ഷത്തു നിന്നും സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായും. അപ്പോൾ കുറ്റവാളികളല്ല എന്നുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സാറ് പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ആ കേസിൽ നിന്നും സംശുദ്ധരായി തലയൂരി പോരുക എന്നുള്ളതാണ് മാതൃകാപരമായ ഒരു പെരുമാറ്റച്ചട്ടം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഹാജരാകാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം വരെ, അതായത് ഈ ED വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തുമ്പോൾ അന്ന് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം അതിനുശേഷം അവരെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ അവർക്കുള്ളതായി നമുക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ എന്നറിയില്ല. മനുഷ്യ സഹജമാണ്, വേണമെങ്കിൽ അസുഖങ്ങൾ വരാം. പക്ഷേ
ഇത് നിലവിലെ ഒരു അപ്രഖ്യാപിത രീതിയാണ്. ആരെയെങ്കിലും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം അന്വേഷണ ഏജൻസികൾ വിളിച്ച് വരുത്തുമ്പോൾ, അതിന് നോട്ടീസ് അയക്കുമ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും മെഡിക്കൽ സയൻസിന് പോലും കണ്ടെത്താൻ പറ്റാത്ത ചില അസുഖങ്ങളായിരിക്കും. മുൻപ് പി ജയരാജന് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു അന്വേഷണ ഏജൻസി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റാശുപത്രികളിലേക്കായി. പക്ഷേ മെഡിക്കൽ സയൻസിന് പോലും അദ്ദേഹത്തിന് എന്താണ് അസുഖം എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നീട് അന്വേഷണ ഏജൻസി മടങ്ങിപ്പോയതിനു ശേഷം അദ്ദേഹം പുലിക്കുട്ടിയെ പോലെ ചാടി ഓടി നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ വിജയന്റെ ഈ അവധി നീട്ടി ചോദിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ വിലയിരുത്തേണ്ടത്. സാർ പറഞ്ഞതുപോലെ ഇവർക്ക് മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകാൻ പിന്നെ ഇവർ ആരെയാണ് ഭയക്കുന്നത്? മാത്രമല്ല, ഇനി ഇഷ്ടികയും ചീമുട്ടയും അതുപോലെ ഹെൽമറ്റും കുറുവടികളുമെല്ലാം കരുതി വെച്ചുകൊണ്ട് CPM-കാരും ഇതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലായത്. AK ബാലനും ഇത് തുറന്നു പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, KK ശൈലജ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൃഷ്ണദാസ്. അപ്പൊ ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വീണ വിജയൻ സ്വതന്ത്ര വ്യക്തിയാണ്, അവർക്കെതിരെയുള്ള കേസുകൾ പാർട്ടി ഇടപെടുന്നില്ല എന്ന് MV ഗോവിന്ദന്റെ ഇന്നലെ ഒരു തിട്ടൂരം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ED-ക്കെതിരെ അല്ലെങ്കിൽ ED കോടതിയിൽ ചീമുട്ടയേറുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അവിടെയാണോ ഇപ്പോൾ തനിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ പ്രതിരോധം തീർത്ത് പുറത്ത് നിലകൊള്ളാനായിട്ട് അച്ഛൻ്റെ പാർട്ടിക്കാരായ CPM-കാർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ വീണ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാത്തത്? അല്ല, അവിടെ ഒന്ന് വീണ വിജയൻ ഒരിക്കലും അല്ലെ CPM-ന് ഒരിക്കലും വീണ വിജയൻ പാർട്ടിക്കാരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടില്ല എന്നൊരു നിലപാടെടുക്കാൻ ധാർമ്മികമായ അവകാശമില്ല, സാങ്കേതികമായും അവകാശമില്ല. ഞാൻ പറഞ്ഞൊരു കാരണം, വീണ വിജയൻ്റെ കമ്പനിയുടെ ആദ്യത്തെ അഡ്രസ് എവിടെയാണ്? AKG സെന്ററാണ്. അതിനാരാ പെർമിറ്റ് കൊടുത്തത്? പെർമിഷൻ കൊടുത്തത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. AKG സെന്ററിൽ വീണ വിജയൻ്റെ ഇങ്ങനെ അനധികൃതമായി കരിമണൽ കത്തയുടെ ബ്ലാക്ക് മണി എൻ്റെയും ബ്ലാക്ക് മണിയാക്കി മാറ്റി അത് വീണ്ടും ശുദ്ധമായ കറൻസിയാക്കി മാറ്റാനുള്ള ആ ഒരു സ്ഥാപനത്തിന്, അത്തരം ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസ് കൊടുത്തത് മഹാനായ AK ഗോപാലിൻ്റെ പേരിലുള്ള ഒരു ബിൽഡിങ്ങിലാണ്. AK ഗോപാലിൻ്റെ പേരിലുള്ള ബിൽഡിങ്ങിലാണ്. AK ആൻ്റണി വളരെ ഔദാര്യപൂർവ്വം പതിച്ചു കൊടുത്ത സ്ഥലത്താണ്. അപ്പോൾ ഈ പല ഘടകങ്ങൾ അവിടെയുണ്ട്. ആ സ്ഥലമാണ് ഇവരെ അച്ഛനും മകളും മരുമകനും കൂടെ ചേർന്ന് വീതം വെച്ചത്. എന്തിനു വേണ്ടി? കരിമണൽ കർത്തയായിട്ടുള്ള ലേസൺ വർക്കിന് പറ്റിയ ഓഫീസായിട്ട് തീരുമാനിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അപകടം മണത്തോ അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞോ ഈ ഓഫീസ് കർണാടകത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങാതെ കർണാടകത്തിൽ തുടങ്ങി? അതാണ് ആദ്യത്തെ ഫസ്റ്റ് ചോദ്യം. അപ്പോൾ മറ്റുള്ളവരുടെ കർണാടകത്തിൽ ഒത്തിരി വ്യവസായികളും ബിസിനസ്സുകാരും എല്ലാം ഉള്ളത് കൊണ്ട് അവിടെ പോയി തുടങ്ങിയാൽ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുകയില്ല എന്നാണ് ഇവർ കണക്ക് കൂട്ടിയത്. പക്ഷേ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് വളരെ ലൈം ലൈറ്റിലേക്ക് വരാൻ മടിച്ചു നിന്നിരുന്നവരാണ് ആദ്യം. ഇപ്പോൾ വിവേക് വിജയനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? വിവേക് വിജയൻ തിരുവനന്തപുരത്ത് നടന്നത് ആരും അറിയില്ല. അതെ, ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ പോലും അറിയാൻ തുടങ്ങി. അതെ. അപ്പം വിവേക് വിജയൻ അവിടെ എന്തായിരുന്നു ബിസിനസ്? ദുബായ് ബാങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ആണെന്ന് മാത്രമേ എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് അറിയത്തില്ല. ഇങ്ങനെ പിണറായി വിജയൻ ഏതെല്ലാം പ്രാവശ്യം ഈ 48 പ്രാവശ്യം നീട്ടി വെച്ചതല്ല, ഏതെല്ലാം പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുണ്ടോ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ടുണ്ടോ, ഗുരുതരാവസ്ഥയിൽ പോയിട്ടുണ്ടോ, അപ്പോഴെല്ലാം മടങ്ങി വരുന്ന വഴിക്ക് എവിടെ കറങ്ങും? അതെ, ഒന്നുകിൽ പോകുന്ന വഴി അല്ലെങ്കിൽ വരുന്ന വഴി മടങ്ങി വരുന്ന വഴി ഗൾഫ് വിസിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നമില്ല. അമേരിക്കയ്ക്ക് പോകാൻ നേരത്തെ ആരോഗ്യ പ്രശ്നമുണ്ട്. അവിടെ തിരിച്ചു വരുമ്പോൾ എല്ലാം റിക്കവർ ചെയ്ത് വന്ന് ഇതെല്ലാം കാണുകയാണ്. വീണ്ടും 1 മാസം 2 3 അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ ഇന്റർവ്യൂവിൽ പോലെ നമ്മുടെ PP ദിവ്യം പോയി എന്നാണ് പറഞ്ഞത് പോലെ ഈ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള എല്ലാ നേതാക്കന്മാരും പല പ്രാവശ്യം പോകുന്നതാണ്. എങ്ങോട്ടാണ്? ഈ അമേരിക്കയിലേക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കെയർ ഓഫ് പറഞ്ഞു പോകും, തിരിച്ചു വരുന്ന വഴി വരും. ഇപ്പോൾ വീണ വിജയൻ ഈ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ? വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ട് ജനങ്ങൾക്കൊന്നും അറിയണ്ടേ? അല്ല, അത്തരത്തിലുള്ളൊരു അന്വേഷണം കൂടി സാറേ, ഞാൻ ഇടപെട്ട് സംസാരിക്കില്ല, അത്തരത്തിലുള്ളൊരു അന്വേഷണം കൂടി സമാന്തരമായി നടക്കുന്നൊരു കാരണം ഈ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ED-യും നടത്തിയ ഈ അന്വേഷണങ്ങളിലെല്ലാം അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് വീണ വിജയന് അവിടെ 1-ൽ പരം അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു അക്കൗണ്ട് അവരുടെ ഒരു പാർട്ട്ണറായിരുന്ന ആളുമായിട്ടൊരു ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു. മറ്റു ചില ബാങ്കുകളിലും അക്കൗണ്ട് ഉണ്ട്. അങ്ങനെയെങ്കിൽ അബുദാബി സർക്കാരും നമ്മുടെ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാജ്യാന്തര കുറ്റങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ, വിദേശ നാണയ വിനിമയ ചട്ട ലംഘനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യത്തിൽ നടന്നിട്ടുണ്ടോ, രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ വീണ വിജയൻ ED കോടതിയിലേക്ക്
ഡിക്ക് മുൻപിൽ ഹാജരാവുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ മറ്റ് ചില മാനങ്ങൾ കൂടി കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ അന്വേഷണത്തെ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര കണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കുന്നത്? മാത്രമല്ല, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ പേര് ഇങ്ങനെ വരുന്നത് 2013 മുതലാണ് ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പായി കൊണ്ട് തന്നെ 2014 മുതൽ വീണ വിജയന് CMRൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും അതിനപ്പുറത്തേക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇവർക്ക് വീണ വിജയന് ഉള്ള ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് മറ്റിതര ബാങ്കുകളിലും ഉള്ള അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമാന്തരമായ ഒരു അന്വേഷണം കൂടി നടക്കുന്നു എന്ന് പറയുമ്പോൾ CMRലും അവിടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവിടെ CMRലും വീണ വിജയന്റെ കമ്പനിയുമായും വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടുമായി ഏതെങ്കിലും തരത്തിലെല്ലാം സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം കൂടി നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള 1,72,00,000 രൂപയോ അല്ലെങ്കിൽ 2,78,00,000 രൂപയോ അല്ല ഇതിന് പിറകിൽ സംഭവിച്ചിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളത് തന്നെയാണ് ED നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും വീണ വിജയൻ ഇന്നത്തേക്ക് ഒരുപക്ഷെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവധി നേടും. ഒരുപക്ഷെ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ED മറ്റു പലർക്കും നൽകുന്നത് പോലുള്ള ഒരു ആനുകൂല്യം അവർക്ക് നൽകിയേക്കാം. എന്നാൽ അടുത്തൊരു തവണ കൂടി ഇത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ചോദ്യം ചെയ്യൽ അവർ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ മേൽ നടപടികൾ കൈക്കൊള്ളാൻ അന്വേഷണ ഏജൻസി നിർബന്ധിതരാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കളി ഇങ്ങനെയൊന്നും നിൽക്കില്ല. എന്തായാലും CPMോ പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ഇത്രയും കാലം സംരക്ഷിച്ചു നിന്നിരുന്ന BJPയോ കേന്ദ്ര സർക്കാരോ വിചാരിച്ചാൽ പോലും വീണ വിജയനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ചില വാർത്തകളാണ് നിയമവൃത്തങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. എന്താണ് ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. ഒരു ചെറിയ കാര്യം, അതായത് എത്ര സമർത്ഥമായി ഏറ്റവും ഉന്നതമായ സ്വാധീനം ചെലുത്തി നമ്മുടെ EDയെയും അതുപോലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതുപോലെ മറ്റു കാര്യങ്ങളെയും സ്വാധീനിക്കാൻ പറ്റിയാലും നിയമവ്യവസ്ഥയെ, അതായത് കോടതിയെ വരെ, ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജഡ്ജ്മെൻറ്റുകൾ വരുത്താനുള്ള സൂത്രം അറിയാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഒന്നുണ്ട്, ജനങ്ങളുടെ കോടതി, അതായത് കേരളത്തിലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കോടതിയിൽ പച്ചയ്ക്ക് കുറ്റവിചാരണ നടത്തി നിങ്ങളൊക്കെ എങ്ങനെയെല്ലാം മൂടിവെക്കാൻ നോക്കിയാലും ഭരണപ്രതിപക്ഷങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാൽ പോലും ഇത് മൂടിവെക്കാൻ പറ്റുകയില്ലെന്നും ജനങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയെന്നും നിങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയമായി യാതൊരു സ്ഥാനവും ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് കോടതി വിധിയെ മാത്രം ആശ്രയിച്ച് സ്ഥിരമായി രക്ഷപ്പെടാവുന്ന ഒരു വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. അല്ല, എവിടെ പോയി മുങ്ങിയാലും ഈ കാര്യത്തിൽ വീണ വിജയന് ഇനി കൂടുതൽ എന്തെങ്കിലും നിയമപരമായ പരിരക്ഷ കിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും.